പ്രണയികൾക്കായി ഒരു ദിനം, വാലന്റൈൻസ് ഡേ. ഫെബ്രുവരി 14 അങ്ങനെയാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ ആഘോഷങ്ങൾക്കപ്പുറം വാലന്റൈൻ എന്ന വ്യക്തിയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും വിസ്മരിക്കപ്പെട്ടു പോകുന്നു. ക്ലൗഡിയസ് ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർക്കെതിരെ മതപീഡനങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്തായിരുന്നു റോമൻ പുരോഹിതനായിരുന്ന വിശുദ്ധ വാലന്റൈൻ ജീവിച്ചിരുന്നത്. ആ കാലത്ത് ക്ലൗഡിയസ് ചക്രവർത്തി വളരെ വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ചെറുപ്പക്കാർ ആരും വിവാഹിതരാകാൻ പാടില്ല. സൈന്യത്തിൽ ചേർക്കപ്പെടുന്ന യുവാക്കൾ അവിവാഹിതരായിരിക്കുന്നത് ആത്മാർത്ഥതയോടെയും മുൻപിൻ നോക്കാതെയും രാജ്യത്തെ സേവിക്കാൻ കൂടുതൽ സഹായകരമായിരിക്കും എന്നൊരു അബദ്ധധാരണയായിരുന്നു ചക്രവർത്തിയെ ഇതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ ദേശത്തെ വിവാഹങ്ങൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു. എന്നാൽ കുടുംബജീവിതത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കാനായിരുന്നു സഭ ആഹ്വാനം ചെയ്തിരുന്നത്. കുടുംബമൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും വേണ്ടി ധീരതയോടെ വിശുദ്ധ വാലന്റൈൻ നിലകൊണ്ടു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ വിവാഹം അദ്ദേഹം രഹസ്യമായി നടത്തിക്കൊടുത്തു. എന്നാൽ ഇക്കാര്യം ചക്രവർത്തി അറിയുകയും അദ്ദേഹം വിശുദ്ധ വാലന്റൈനെ പിടികൂടി മർദ്ദിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. മർദ്ദനം, കല്ലെറിയൽ, ഒടുവിൽ ശിരച്ഛേദം. ഈ വിധമായിരുന്നു ശിക്ഷ വിധിക്കപ്പെട്ടത്. AD 269 വാലന്റൈന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. വിശുദ്ധ വാലന്റൈൻ വർത്തമാനകാല സമൂഹത്തിൽ കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് വിവാഹ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാതെ പോയ ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ലിവിംഗ് ടുഗദർ പോലെയുള്ള സമ്പ്രദായങ്ങളിൽ ഏർപ്പെട്ട് പരിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന വിവാഹ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തുന്നവർ ഒരു വശത്തും സുവർഗ വിവാഹം പോലെയുള്ള ബന്ധങ്ങളിൽ അഭിരമിച്ചു കഴിയുന്ന ചെറുപ്പക്കാർ മറുവശത്തുമായി നമ്മുടെ സമൂഹം തന്നെ രണ്ടായി ഛേദിക്കപ്പെട്ടു കഴിയുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പല രാജ്യങ്ങളിലും സുവർഗ വിവാഹം നിയമവിധേയമായി കഴിഞ്ഞു. 2001 നെതർലാൻഡ് മുതൽ 2025 തായ്ലാന്റ് വരെ ലോകരാജ്യങ്ങളിൽ 38 രാജ്യങ്ങളിൽ ഇന്ന് സ്വവർഗ വിവാഹം നിയമവിധേയമാണ്. അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങളും അഗമ്യഗമനങ്ങളും തെറ്റല്ലെന്ന പുതിയ വിധി പ്രസ്താവങ്ങൾ കൊണ്ട് ഭരണകൂടങ്ങൾ നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തിന് മൃഗങ്ങളുമായി പോലും ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്ന അവസ്ഥയിലേക്ക് സമൂഹം കൂപ്പുകുത്തിയിരിക്കുന്നു. സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ ബന്ധിതരായി തിരുവചനാധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുകയും ദൈവഗത പ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ദൈവേഷ്ടപ്രകാരമുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി ഈ ലോകത്തിൽ പുലർന്നു കാണുവാനാണ് വിശുദ്ധ വാലന്റൈൻ ആഗ്രഹിച്ചത്. അല്ലാതെ പ്രണയത്തിന്റെ പേരിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുവാനല്ല. ഇന്ന് ലോകം മുഴുവൻ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമ്പോൾ കേവലം പ്രണയവും സ്നേഹവും കച്ചവടവൽക്കരിക്കപ്പെടുമ്പോൾ നമുക്ക് കുടുംബമൂല്യങ്ങളെ വീണ്ടെടുക്കാം. ദാമ്പത്യത്തിലെ പ്രണയത്തെ വീണ്ടെടുക്കാം. സ്നേഹം നിർമ്മലമാക്കാം. ലൗകിക സ്നേഹത്തിന്റെ പരിമിതികൾ തിരിച്ചറിയാം. പ്രണയക്കെണികൾ ചെറുക്കാം. സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുള്ള എടുത്തുചാട്ടങ്ങൾക്കെതിരെ ജാഗരൂകരാകാം. അതിന് വിശുദ്ധ വാലന്റൈനോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം.